ഇൻഫോസ്ഫെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. രാജ്യത്ത് വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടറുകളുടെ വിലയിൽ വരുത്തിയ വൻ വിലവർധനവിന് പിന്നാലെ ഇന്ധനവിലയും ഗാർഹിക പാചകവാതക സിലിണ്ടറുകളുടെ വിലയും കുത്തനെ ഉയർത്താൻ പോകുന്നു. 19 കിലോഗ്രാം തൂക്കമുള്ള വാണിജ്യ സിലിണ്ടറിന് ഒറ്റയടിക്ക് 993 രൂപ വർദ്ധിപ്പിച്ച നടപടി വിപണിയിൽ വലിയ ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതോടെ സിലിണ്ടർ വില 3000 രൂപ കടന്നു. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിന് പിന്നാലെ പാചകവാതകത്തിന് കൂടി ഇത്രയും ഭീമമായ തുക വർദ്ധിച്ചത് ചെറുകിട വ്യാപാര മേഖലയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന ആശങ്ക ശക്തമാണ്. അതേസമയം രാജ്യത്ത് ഇന്ധനവിലയിൽ വൻ വർധന ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പുതിയ റിപ്പോർട്ടുകൾ. നിലവിൽ ലിറ്ററിന് 4 മുതൽ 5 രൂപ വരെ വർധനമാണ് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നത്. വിലവർധനവ് നടപ്പിലാക്കിയാൽ കേരളത്തിലെ പെട്രോൾ വില 110 രൂപയ്ക്ക് മുകളിലേക്ക് ഉയരാൻ സാധ്യതയുണ്ട്. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള LPG സിലിണ്ടറുകളുടെ വിലയിൽ വൻ വർധന ഉണ്ടായ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ വീട്ടാവശ്യത്തിനുള്ള സിലിണ്ടറുകളുടെ വിലയിലും 40 മുതൽ 60 രൂപ വരെ മാറ്റം വരുമെന്നാണ് സൂചനകൾ. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായ വർധനവിൻ്റെ ഭാരം മുഴുവൻ സാധാരണക്കാരൻ്റെ തലയിൽ കെട്ടിവെക്കാനൊരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. ഇന്ധനവില വർദ്ധിപ്പിക്കുന്നത് അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റത്തിന് ആക്കം കൂട്ടും. യാത്രാ ചരക്ക് നീക്ക മേഖലകളും സ്തംഭനാവസ്ഥയിലാകും. കേന്ദ്ര സർക്കാരിൻ്റെ നികുതി നയങ്ങളും എണ്ണ കമ്പനികൾക്ക് നൽകുന്ന അമിത സ്വാതന്ത്ര്യവുമാണ് ഇന്ധനവില നിയന്ത്രണാതീതമാകാൻ കാരണം. ഇന്ധനവില വർധനയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾക്കിടയിലും വില കുറയ്ക്കാനുള്ള ക്രിയാത്മകമായ ഇടപെടലുകൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ലെന്നത് വ്യാപകമായ പ്രതിഷേധത്തിനിടയാക്കുന്നുമുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇന്ധനവില വർധനവിനെക്കുറിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ലെങ്കിലും ഉടനെ വർധനവുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. എണ്ണ കമ്പനികൾ സർക്കാരിന് മേൽ വലിയ രീതിയിലുള്ള സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഇനിയും വില വർദ്ധിപ്പിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നാണ് കമ്പനികൾ സർക്കാരിനെ അറിയിച്ചിട്ടുള്ളത്. ആദ്യഘട്ടമെന്ന നിലയിലാണ് വാണിജ്യ LPG സിലിണ്ടറുകളുടെയും ഇൻഡസ്ട്രിയൽ ഡീസലിൻ്റെയും വിലയിൽ വലിയ വർധനവ് വരുത്തിയത്. അന്തിമ തീരുമാനം അടുത്ത 5 മുതൽ 7 ദിവസത്തിനുള്ളിൽ ഉണ്ടാകുമെന്നാണ് സൂചന. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള നിലപാടുകളും ഈ വിലവർധനവിൽ നിർണായകമാകും. അതിനിടെ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടറുകളുടെ വില വർദ്ധിപ്പിച്ച നടപടിയെ ന്യായീകരിച്ച് കേന്ദ്ര പെട്രോളിയം മന്ത്രി പ്രഹ്ലാദ് ജോഷി രംഗത്തെത്തി. ഒഴിവാക്കാനാവാത്ത സാഹചര്യമാണെന്നും ഇത് സ്വാഭാവികമായ നടപടിയാണെന്നുമാണ് അദ്ദേഹത്തിൻ്റെ വാദം. പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുമല്ലോ. അടുത്തൊരു ഇൻഫോർമേറ്റീവായ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.